വർഷം 1983 വളരെ മഹത്തായ വർഷമാണ്. സംശയമായിട്ട് നിങ്ങൾ എടുത്തു നോക്കൂ. ഒത്തിരിയേറെ കാര്യങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന ഒത്തിരി മഹാത്മാക്കൾ ജനിച്ച് അവരുടെ ജീവിതത്തിൽ ട്വിസ്റ്റുകളുണ്ടായ ഒരു വർഷമാണിത്. ചള്ളിയെന്നേ ഉള്ളൂ കേട്ടോ, ഞാൻ ജനിച്ച വർഷമാണ് ഇത്. ഞാൻ യാദൃശ്യമായിട്ടാണ്, അല്ലാതെ ഒത്തിരി എടുത്ത് നിങ്ങൾ ജനിച്ച വർഷം നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങൾ എവിടെ ചെന്നാലും നമുക്ക് ആ വർഷത്തോട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. ഞാൻ ജനിച്ച വർഷം ഇന്നതൊക്കെ ഉണ്ടായോ, വാവ് എന്ന് നമുക്ക് തോന്നുന്നൊരു സംഭവം. എനിക്ക് തോന്നാണെന്ന് അറിയത്തില്ല, എനിക്കത് ഒത്തിരി ഇടത്ത് തോന്നിയിട്ടുണ്ട് ഈ 1983 ഒത്തിരി കാര്യമാണെന്നായിട്ട്. എനിവേ, ഞാൻ ജനിച്ച വർഷം പ്രത്യേകിച്ച് രാവിലെ ഇവിടെ സൂര്യന് ചോപ്പ് കളർ ഉണ്ടാകുമെന്നൊന്നും ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ഒരു സംഭവം ഉണ്ടായില്ല. ബട്ട് എനിവേ, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ആ വർഷം മുതൽ ഞാൻ കടന്നുപോയ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ ഒരു ട്രോമയാണ്. നമ്മൾ ചൈൽഡ്ഹുഡിലുണ്ടാകുന്ന എന്ത് ടൈപ്പിലുള്ള സാധനങ്ങളും നമുക്ക് തരുന്നത് ഒന്നുകിൽ ഒരു തരത്തിലുള്ള ബൂസ്റ്റ്, നിങ്ങളെ എനർജറ്റിക് ആക്കും, നിങ്ങളെ മാർക്ക് ചെയ്യും, എനിക്കിത് ചെയ്യാൻ കഴിയും. ചിലത് നിങ്ങളെ പുറകോട്ട് വലിക്കും, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല, നിങ്ങളെ കാണുന്നതിനെല്ലാം പേടിക്കുന്നു. നിങ്ങളൊരു വസ്തുവിനെ കാണുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകുന്നു, നിങ്ങൾക്ക് ആ വസ്തുവിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, സാഹചര്യത്തെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ ജീവിതത്തിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു കേട്ടുള്ള അറിവാണ്, എനിക്ക് ഓർമ്മയായിട്ട് വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും എനിക്ക് ആ കാര്യം ഓർക്കുമ്പോൾ ദേഹം ചുളിയുളുക്കുന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇതെല്ലാം പറയാനുള്ള കാരണം എൻ്റെ വല്യമ്മച്ചി എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ ചെറുപ്പത്തിലെ കുറച്ച് കഥകളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. കാരണം പുള്ളിക്കാരി പറയുന്നത് ചെറുപ്പത്തിൽ എൻ്റെ അത്രയും മോശമായിട്ട് വേറൊരുത്തർ ഇല്ലായിരുന്നാണ് പറയുന്നത്. അനിയനൊരുത്തരുണ്ടായി, പാവം അളിയനിപ്പോൾ വളരെ അടിപൊളിയായിട്ട് ഡൽഹി ജീവിക്കുന്നുണ്ട്, സ്വന്തം ബിസിനസ്സായിട്ട്. ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ണിന് കണ്ട അടിയും ബഹളവും ഉന്തിയിടലും അടിപിടിയും മാത്രമേ ഉള്ളായിരുന്നു. അതിൻ്റെ ഏറ്റവും ആദ്യകാലത്തെ കഥകളിലൊന്നാണിത്. ഞാനും അനിയനും നമ്മുടെ പ്രശ്നമല്ലിത്. അവൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റാണ് എല്ലാ മൃഗങ്ങളോടും, എല്ലാത്തിനോടും. മൃഗങ്ങളെ നോക്കുന്ന കേസ് കെട്ടിലാട്ടെ, പെറ്റ്സിനെ കൊണ്ടുനടക്കുന്നതിനകത്തായിക്കോട്ടെ, എല്ലാത്തിനും അവന് ഭയങ്കര ഇൻട്രസ്റ്റും വേണ്ടി താല്പര്യമാണ്. എനിക്കെന്നാൽ ചില ടൈപ്പ് മൃഗങ്ങളെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതിന് കാരണമായൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നേ ഉള്ളൂ. ഞങ്ങൾ ചെറിയ വീടാണ്, പശുത്തൊഴുത്ത് തൊട്ടടുത്തുണ്ട്. അത് ഞങ്ങൾ വലിയ റിച്ച് ഫാമിലി എന്ന് പറയും, സാറിൻ്റെ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പൻ വെളിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അമ്മ നാട്ടിൽ അന്ന് ഉണ്ട്. അപ്പം എൻ്റെ ഓർമ്മയനുസരിച്ച് ഞങ്ങളന്ന് ചെറുപ്പത്തിൽ ഈ നാട്ടിൽ, നിങ്ങൾക്ക് എന്തുമാത്രം പേർക്ക് ഇപ്പോൾ എനിക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, ഈ നാട്ടിലെ കൈത തോടിൻ്റെ സൈഡിൽ കൂടെ വരുന്ന കൈതകളുണ്ട്. കൈതകളുടെ ഓല കീറിയെടുത്തിട്ട് അത് വെച്ച് പായ ഉണ്ടാക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെ വല്യമ്മച്ചിമാരുടെ എല്ലാം മെയിൻ ഹോബി ഇതാണ്. ചുമ്മാ ഒരു തള്ളയുള്ളൂ കേട്ടോ. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കൂട്ടി ഇട്ടിട്ട് ഇത് വെച്ച് എന്തൊക്കെയോ സാധനങ്ങൾ ഇവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ ഓർമ്മയിലുണ്ട്, ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മയിലുണ്ട് ഇത്. ഇവർ ഈ പറഞ്ഞ സംഭവം ചെയ്യുമ്പം ഇതിങ്ങനെ 100 കൂട്ടം വർത്താനമാട്ടെ, കാപ്പി കുടിയാട്ടെ, അങ്ങനെ പല സാധനങ്ങളിൽ കൊടുത്ത് കൂടിക്കൊണ്ടിരിക്കും. ഇവരൊരിക്കലും വെറുതെ ഇരിക്കുന്നില്ല, വളരെ ഒക്യുപ്പൈഡായിട്ട് ഇവരുടെ ആ അവസാന കാലം, റിട്ടയർമെൻറ്റ് കാലഘട്ടം ജീവിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഈ കൈതയുടെ പായ നെയ്യുക, പിന്നെ കൈതോല കൊണ്ടുള്ള തടുക്ക് നെയ്യുക, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവർ ചെയ്യുന്നതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് അതൊരു വലിയ പൈസ ഉള്ളതോ ഇല്ലാത്തതായിട്ടുള്ള വീടുകൾ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. മിക്കവാറും എല്ലാ വീടുകളിലെ ആൾക്കാരുടെ ഒരു ഹോബിയായിരുന്നത്. എനിവേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് എനിക്കപ്പോൾ ഈ ഞങ്ങളുടെ അവിടെ നിന്ന് പ്രായമുള്ള, അതായത് എൻ്റെ വല്യപ്പച്ചൻ്റെ അമ്മയൊക്കെ ഒന്നുണ്ട്. എന്താ എൻ്റെ ഓർമ്മ, അന്നത്തെ ഒത്തിരി പ്രായമുള്ള വല്യപ്പച്ചൻ്റെ അമ്മയുണ്ട്, പിന്നെ പെങ്ങന്മാർ, ആ പ്രായത്തിലുള്ള വല്യപ്പച്ചൻ്റെ പെങ്ങന്മാരുണ്ട്. അപ്പം വല്യപ്പച്ചൻ തന്നെ നല്ല പ്രായമുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വളരെ കുഞ്ഞ് കൊച്ച്, 2 വയസ്സൊക്കെ ആകുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ വീടിരിക്കുന്നത് ഒരു 2 ഫുള്ള് റബ്ബർ തോട്ടം, മൊത്തം കവർ ചെയ്ത് ഫുള്ള് റബ്ബർ തോട്ടം, നല്ല ശീതളമയുള്ള കാറ്റ്, തറം തൊട്ട് താഴെ ഒരു ചെറിയ അരുവി പോലത്തെ ഒരു തോടാണ്. അപ്പം അവിടെ നല്ല കാറ്റടിക്കും. അപ്പം ആ ഒരിടത്ത് ആ ഒരു വീട് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 മലകളാണിത്. ഈ റബ്ബർ തോട്ടങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന 2 മലകൾക്ക് നടക്കുന്ന ഒരു വാലി പോലത്തെ ഏരിയയിലാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത്. അത് ഞങ്ങളുടെ വീട്ടോട് താഴോട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് തോട്. ഏതായാലും അന്നത്തെ കാലത്ത് ഈ ഓടിനിടയ്ക്കത്തെ മെയിൻ കലാപരിപാടി എന്ന് പറയുന്നത് കുഞ്ഞ് ഏരിയ ഉണ്ട്. തൊരപ്പൻ എന്നല്ല ഇതിന് പറഞ്ഞത്, അതിന് വേറെന്തൊരു പെരേലി എന്നോ അങ്ങനത്തെ ഒരു പേരാണ് പറഞ്ഞുകൊണ്ടത്. കുഞ്ഞെലിയ, കൊച്ചെലി. ഈ എലികൾ ഈ ഓടിനിടയ്ക്കും അതിൻ്റെ കഴുക്കോലിനിടയ്ക്കും ഒക്കെ കൂട് വെക്കുകയും അതിന് മുകൾ ഭാഗത്ത് കയറിയിരിക്കുക, അതിനകത്ത് ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്തൊരു പരിപാടിയുണ്ട്. അന്നത്തെ കാലത്തെ മെയിൻ പരിപാടിയാണ്. ഇടയ്ക്കിടയ്ക്കാണ് വർഷത്തിൽ 1 തവണയോ അതോ 3 വർഷം കൂടുമ്പോഴെങ്ങാണ്ട് ഈ ഓടഴിച്ചിട്ട് കഴുക്കോലെല്ലാം ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഓട് തിരിച്ച് കയറ്റുന്ന അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി എനിക്ക് എൻ്റെ കറക്റ്റ് ഓർമ്മയല്ല. ദയവ് ചെയ്ത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ഓർമ്മയിൽ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഒരു 1, 2, 3 വട്ടം ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ആ സ്കൂളിങ്ങിൻ്റെ ആ സമയത്ത് തന്നെ ഒരു 3 വട്ടം 4 വട്ടം കണ്ട് ഞാനിത് കണ്ടിട്ടുണ്ട്. ഈ ഫുൾ ഓർഡർ ഇറക്കിയിട്ട് വീണ്ടും കയറ്റി വെക്കുന്ന പരിപാടി. അന്നേരമാണ് നമ്മൾ ഇത്രയും വലിയൊരു സാമ്രാജ്യയുടെ എലികൾ കൊണ്ടെന്ന് അറിയുന്നത്. എന്തുമാത്രം എലികൾ, എത്ര ടൈപ്പ് എലികൾ, എത്ര കളറിലുള്ള എലികൾ, എത്ര കുഞ്ഞ് വലിപ്പത്തിൽ കൂടിയതേ കുറഞ്ഞതൊക്കെ ഇഷ്ടം പോലെ കൂടുകൾ കിടക്കുന്നു, അങ്ങനെ പല സംഭവങ്ങൾ. ഇതൊക്കെ എനിക്ക് കുറച്ച് പ്രായമായപ്പോഴും മനസ്സിലായി. ചെറുപ്പത്തിൽ എന്നെ സംബന്ധിച്ച് എലി എന്ന് പറയുന്നത് ആ വീട്ടിലെ ഒരു അന്തേവാസിയാണ്.
ദേ ഒരു പല്ലിയിരിക്കുന്നു, ദേ ഒരു കൂറ, അതായത് പാറ്റ എന്ന് പറയും, പാറ്റയിരിക്കുന്നു, അതുപോലെ തന്നെ ആണ്ടൊരു എലിയിരിക്കുന്നു. എനിക്കതിൽ യാതൊന്നും റോങ്ങായിട്ട് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു 3 വയസ്സുകാരനൊക്കെ അതൊക്കെ റോങ്, 2-3 വയസ്സുള്ളപ്പോൾ റോങ്ങായിട്ട് തോന്നേണ്ട കാര്യമില്ല. ആ സമയത്ത് ഈ എലി എന്ന് പറയുന്നത് ഇടയ്ക്ക് താഴെ വരും. കാരണം കുഞ്ഞിപ്പിള്ളേരെടുത്ത് എനിക്ക് വരാൻ പേടിയൊന്നുമില്ല. അത് നാട്ടുകാർക്ക് അറിയത്തില്ല. അതായത് എൻ്റെ അപ്പനും അമ്മയ്ക്കോ അല്ലെങ്കിൽ വേറെ വല്യമ്മച്ചിക്കൊന്നും ഈ സംഭവം അറിയത്തില്ല. കാരണം അവരെ സംബന്ധിച്ച് ഇവരിത് കാണുന്നില്ല. എലി കൊച്ചിൻ്റെ അടുത്ത് വരുന്നത്, കൊച്ചിൻ്റെ കഴിക്കാനുള്ള സംഭവത്തിൻ്റെ കൂട്ടത്തിൽ എലിക്കിട്ട് കൊടുക്കുന്നത്, എലി തിന്നിട്ട് പോകുന്നത്, കൊച്ച് നീ കളയണ്ടല്ലോ ഓർത്ത് കൊച്ച് ബാക്കിയെടുത്ത് കഴിക്കുന്നതും നാട്ടുകാർക്ക് അറിയത്തില്ല. ഞാനിത് കുറച്ച് പ്രായമായിട്ട് പറയുമ്പോൾ ആൾക്കാരെന്നെ തല്ലിക്കൊന്നിരുന്നേ ഉള്ളൂ. കാരണം അത്ര പോലും ബോധമില്ലാതാണ് ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ അത്രയും വലിയൊരു വൈക്കം മുഹമ്മദ് ബഷീർ വേറെ ഇല്ല. കാരണം സർവ്വലോകമേ സ്വാതന്ത്ര്യം, എൻ്റെ ഈ കാണുന്നതെല്ലാം എൻ്റെ ജീവൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ ജീവിച്ചിരിക്കുന്ന ചെറുക്കനാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എലി തിന്നുന്നതിൻ്റെ ബാക്കി തിന്നുന്നൊരു പ്രശ്നമായിട്ടിരിക്കുന്നത് തോന്നിയിട്ടില്ല. ഇന്ന് പറ്റത്തില്ല കേട്ടോ. ഇന്ന് സ്വന്തം പിള്ളേർ ഒരു ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് തിരിച്ച് വെച്ചാൽ പോലും എന്നെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കാൻ. പക്ഷേ ഓരോരുത്തരുടെ രീതി ഞാൻ പറയണം, ഓരോരുത്തരുടെ ജീവിതം മാറുന്നത്. അന്ന് ഈ എലികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വസ്തുവാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഞാൻ ഈ തഴ നെയ്യുന്നിടത്ത്, അതാണ് തഴപ്പായ എൻ്റെ പേര്. അപ്പോൾ ഈ കൈതയുടെ ഓലയുടെ പരിപാടി, അപ്പോൾ ഇതിൻ്റെ ഈ സംഭവം നെയ്യുന്നിടത്ത് ഞാനും പോയിരിക്കും. എന്നെ അവിടെ ആരെങ്കിലും കൊണ്ടിരുത്തും. കാരണം അമ്മച്ചിമാരെപ്പോഴും അവിടെ ആരെങ്കിലുമൊക്കെ 2-3 അമ്മച്ചിമാർ കാണും. പിന്നെയും മറ്റേ കുരുമുളക് ഉണക്കാനിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പാവയ്ക്ക ഉണക്കാനിട്ടുണ്ടായിരിക്കും, മുളക് ഉണക്കാനിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ആ മുറ്റത്ത് മുഴുവൻ ഉണക്കാനിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആരെങ്കിലും അവിടെ നിന്ന് കോഴിയോ കല്ലെറിഞ്ഞ് ഓടിക്കണം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, കുറേ കലാപരിപാടികൾ കൂടുതൽ ഓടിക്കൊണ്ടിരിക്കും. തൊഴുത്തിൻ്റെ അടുത്താണ് ഞാൻ ഇതുള്ളത്. ഈ മരവും ഞങ്ങൾ ഇരിക്കുന്ന ഏരിയ തൊഴുത്തിനോട് തൊട്ടടുത്തല്ല, തൊഴുത്തിനോട് ചേർന്നിരിക്കുന്നത്. അപ്പോൾ തൊഴുത്തിൻ്റെ മുകളിലത്തെ എലികളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതൊരു വലിയ എലികളാണ്, ഭയങ്കര മുട്ടൻ എലികളാണ്. അന്ന് ഈ പറഞ്ഞ പോലെ അമ്മച്ചിമാരൊക്കെ ഇരിക്കുന്നു, ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ കുറിക്കാനും കഴിക്കാനൊക്കെ ഓരോ സാധനങ്ങൾ വരും. കപ്പയാണ് അന്നത്തെ മെയിൻ സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് കപ്പ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ, അത് ഇവർ പറയുന്നത് എനിക്ക് ചെറുപ്പത്തിലെ കപ്പ ഇഷ്ടമായിരുന്നതാണ്. അപ്പോൾ പറ്റുന്ന പോലെ ഞാൻ കുറേയൊക്കെ തോണ്ടിയെടുത്ത് തിന്നും. ഇങ്ങനെയൊക്കെ ചെയ്ത് അവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയം എന്തോ ഒരു ആവശ്യത്തിന് പുറത്തെ അവിടെ അന്നേരം ഉണ്ടായിരുന്ന പുള്ളിക്കാരിക്ക് അന്നേരം എഴുന്നേറ്റ് അടുക്കള വരുന്ന പോകേണ്ടി വന്നു. അപ്പോൾ എന്നെക്കൊണ്ടുള്ള മെയിൻ ശല്യം പശുവിനുണ്ടാക്കി വെച്ച കാടിയുണ്ട്. പശുവിന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന കാടി വലിയ പാത്രത്തിനകത്ത് കാരണം കുറേ പശുക്കളുണ്ട്, പല കാടികൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ആരും അതിനകത്ത് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കളിച്ച് എൻ്റെ മെയിൻ ഹോബിയാണ് ഒന്നെങ്കിൽ അതിനകത്ത് കൊണ്ട് ഞാൻ കൈയിടും, ഫുള്ള് കൈയിടും. എന്നിട്ട് കൈ ഞാൻ തിരിച്ച് വലിച്ചിട്ടും കൈ തന്നെ ഞാൻ മൊത്തം തോർത്തിക്കളയും. കൈ ഞാൻ ചീകി വൃത്തിയാക്കി എടുക്കും. കാരണം മൊത്തം പശുവിന് കൊടുക്കാനുള്ള സാധനങ്ങളെ പറ്റി. അല്ലെങ്കിൽ ഈ വലിയ പാത്രമുണ്ടോ, ഞാനിതിനകത്ത് കൈയിടാനോ എന്തെങ്കിലും സംഭവം ചെയ്ത് ഇതിനകത്ത് ഞാൻ വീണ് പോകും. അങ്ങനെ 1-2 തവണ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞായിരുന്നപ്പോൾ. ഇത്തരം കുറേ അനുഭവങ്ങൾ കാരണം എപ്പോഴും എന്നെ അവിടെ വെളിയിൽ കൊണ്ടിരുത്തുവാണെങ്കിൽ ഉറപ്പായിട്ട് ആരെങ്കിലും അവിടെ ഉണ്ടായിരിക്കുന്നവർ ഉറപ്പൊന്നും വരുത്തുമായിരുന്നു. അന്ന് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരി അത്യാവശ്യം കിച്ചൺ അടുക്കള സൈഡിലോട്ട് പോകേണ്ടി വന്നു. ഇപ്പോൾ തിരിച്ചു വരാം, കാരണം അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ കാണാം ഈ സ്ഥലം എന്നോർത്തുകൊണ്ടാണ് ഈ പോകുന്നത്. സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഈ പറഞ്ഞ പരിപാടിക്കൊന്നും പോയൊന്നുമില്ല. അതാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ഞാൻ ഇതിനൊന്നും പോയൊന്നുമില്ല. ഞാൻ വളരെ കാര്യമായിട്ടിരുന്ന് എന്തോ അവിടെ സംഭവം നിലത്ത് കിടക്കുന്നത് അതിനെ ഞാൻ ചുറ്റിപ്പറ്റി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ചെയ്തുകൊണ്ട് നടത്തുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നേരെ ഇരുന്ന് ഈ പറഞ്ഞ വസ്തുവിനെ ഇങ്ങനെ കിള്ളി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവർ പറയുന്നത്. എനിക്ക് ഓർമ്മയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംഭവം പൊത്തോ എന്ന് താഴെ വരുന്ന കേട്ടു. ഞാൻ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി അങ്ങോട്ട് നോക്കി. ഒരു എലി പതുക്കെ നടന്നു വരുവാണ്. അപ്പോൾ ഇവർ പറയുന്നത് സാധാരണ പിള്ളേർ എലിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു ജീവിതത്തിൽ അടുത്തോട്ട് നടന്നു വരുമ്പോഴാണ് പേടിക്കുമല്ലോ. എൻ്റെ ഓർമ്മ എനിക്ക് ഈ എലികളെ പേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ചെറുപ്പം മുതൽ ഞാൻ നിങ്ങളെ കാണുന്നതുകൊണ്ട് എനിക്കതിനകത്ത് പേടിയൊന്നുമില്ല. ഒരു എലി എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്നോ ഓടിയോ എന്തോ സംഭവത്തിൽ വരുന്നു. എലിയുടെ പുറകെ എന്തോ ഉള്ളതുകൊണ്ടാണ് എലി പേടിച്ച് ഓടി വരുന്നത്. നമുക്കത് മനസ്സിലായില്ല. നമ്മൾ വിചാരിച്ചപ്പോൾ കഴിക്കുന്ന എന്തോ സാധനം നമ്മൾ കഴിക്കുന്നതിന് ബാക്കി തിന്നാൻ വേണ്ടി ഇവരാണ് ഓർത്തത്. ഞാൻ അത്ര നേരം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്ലേറ്റ് ഇങ്ങനെ നീക്കി അതിൻ്റെ മുമ്പിലോട്ട് വെച്ചു കൊടുത്തു. എലി ആദ്യമേ ഓടി വന്നു, നേരെ എൻ്റെ കൂട്ടത്തിൽ ഇഞ്ഞ് കയറി, എൻ്റെ ദേഹത്തോട് ഇഞ്ഞ് കയറി. ഞാൻ പക്ഷേ അതിനെ പറ്റി ഫുഡ് വിട്ടിരിപ്പുണ്ടല്ലോ എന്നുള്ള മോഡലാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇതുവരെ ഒരു എലി എൻ്റെ ദേഹത്ത് ഓടിക്കയറേണ്ട അവസ്ഥ വന്നിട്ടില്ല. അതിനെ പറ്റി എന്നറിയാൻ വേണ്ടി എങ്ങാണ്ട് ഞാൻ പുറകോട്ട് ഇങ്ങനെ മലന്ന്, എനിക്ക് ഇരിക്കാൻ അങ്ങനെ കൊച്ചു കണ്ടില്ല, എഴുന്നേറ്റ് നമുക്ക് നടക്കാൻ പറ്റുന്ന പ്രായമല്ലോ, പുറകോട്ട് മലക്ക് കെട്ടിയതും. പിന്നെ കാണുന്നത് ഒരു പാമ്പ് നമ്മുടെ ദേഹത്തോട് ഇങ്ങനെ എഴിഞ്ഞ് കയറി വരുന്നതാണ്. പാമ്പിനെ എനിക്ക് അധികം പരിചയമില്ല. എനിക്ക് ഈ വസ്തുവിനെക്കുറിച്ച് ഈ കണ്ടുള്ള ഒരു ഇമേജ് അല്ലാതെ എനിക്ക് ചെറുപ്പത്തിൽ പാമ്പിനെ അധികം കണ്ടുള്ളൊരു ഓർമ്മയില്ല. പുതിയൊരു സംഭവം, പുതിയൊരു അനുഭവം, ഇതിങ്ങനെ ദേഹത്തോട് എഴഞ്ഞു വരുന്നൊരു അനുഭവം. പിന്നെ ഈ സാധനം എഴുന്നേറ്റ് വന്ന ചുരുവാൻ 10 വെട്ടത്തോടെ തലയങ്ങനെ പൊക്കി നമ്മുടെ മുഖത്തിന് നേരെ വന്നതിൽ നിന്ന്. സംഭവം ഈ ഓടുകളുള്ള വീടുകൾക്കകത്തുള്ള താമസിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, ഈ എലികളെ പിടിക്കാൻ വേണ്ടി എപ്പോഴും നീർക്കോലി പോലത്തെ പല പാമ്പുകൾ കാണും. സാധാരണഗതി പറമ്പിനകത്തെ തീറ്റകളൊക്കെ എടുത്ത് വിടുന്ന് നടക്കും. പക്ഷേ എളുപ്പത്തിൽ ചില സമയത്ത് വെറൈറ്റി എനിക്കിന്നൊരു ചൈനീസ് ഡിഷ് കഴിക്കണം എന്ന് തോന്നുന്ന ഒരു നീർക്കോലി തീരുമാനിക്കുകയാണ്. ഇന്ന് ഞാൻ കഴുക്കോലിനിടയ്ക്ക് ഒരു എലിയെ പിടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. സോറി, അന്നത്തെ ഓപ്ഷൻസ് KFC, ബർഗർ കിങ് ഒക്കെ ഇതായിരുന്നു. അവർ കഴുക്കോലിനിടയ്ക്ക് കയറും, ഒരു എലിയെ കടിച്ചു പിടിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഒരു കൂടിനകത്ത് എലികളെ തിന്നാൻ നോക്കും. അതിനിടയ്ക്ക് എലി താഴെ ചാടിപ്പോവും, പാമ്പും കൂട്ടത്തിൽ ചാടും.
പാമ്പ് വിടൂല, പാമ്പ് കൂട്ടത്തിൽ ചാടും. അതാണ് ഈ പ്ലക്കോത് കേൾക്കുന്ന സൗണ്ട്. പാമ്പ് കൂട്ടത്തിൽ എഴഞ്ഞ് നമ്മുടെ നേരെ വന്നതാണ് ഈ കണ്ടത്. എലി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവസാന ജീവനോപാധിയായിട്ടുള്ള രക്ഷാമാർഗമായിട്ട് എൻ്റെ നേരെ വന്നതാണ്. ഞാൻ പാവം തിന്നാൻ കൊടുത്തു. എലി ചാടി പോയി കഴിഞ്ഞു. പക്ഷെ പാമ്പിന് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. കാരണം പാമ്പിനെ ഫേസ് ചെയ്തുകൊണ്ട് വേറൊരു മുഖം നിൽക്കുക. എനിക്ക് ഒന്നും മനസ്സിലാകാത്തടത്തോളം എനിക്കതിനെ ഓടിച്ചു വിടേണ്ട കാര്യമില്ലോ. വെല്ലുമിച്ചൊക്കെ കാറി കൂവി അടുക്കളയിൽ നിന്ന് പറന്ന് വരുവാണ് എല്ലാവരുടെ കൂടി വടിയും കോലും ഒക്കെ ആയിട്ട് പാമ്പിനെ കൊല്ലാൻ വേണ്ടി. ഇവർ പറഞ്ഞ പാമ്പും ഞാനും ഇങ്ങനെ മുഖത്തിന് നേരെ നോക്കി. പാമ്പ് എൻ്റെ ദേഹത്ത് കയറി, ഞാൻ ഇങ്ങനെ പുറകോട്ട് മലന്നിരിക്കുന്നു. പാമ്പ് എൻ്റെ ദേഹത്ത് കയറി എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് പാമ്പ് എൻ്റെ സൈഡിൽ കൂടെ കയറി എഴഞ്ഞിറങ്ങി അങ്ങ് പോയി. ഞാൻ കരഞ്ഞു പോലും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നതാണെങ്കിലും ആ സംഭവം എൻ്റെ ജീവിതത്തിൽ വലിയ അനുഭവമായിരുന്നു. അത് പിന്നീടുള്ള, അതായത് കാലങ്ങൾ കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇമ്പാക്റ്റ് എന്തുവാന്നുള്ളത്. അന്ന് ഇറങ്ങിപ്പോയ പാമ്പ്, അത് കഴിഞ്ഞ് പിന്നെ പാമ്പിനെ കൊല്ലാൻ പോലും ഞാൻ കൂട്ടത്തിൽ നിന്നിട്ടില്ല. എനിക്കതിനെക്കുറിച്ച് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇഷ്ടംപോലെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് പാമ്പിനെ കൊല്ലേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അവരുടെ കൂടി തല്ലിക്കൊന്നോളും. പക്ഷേ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഈ പാമ്പെന്ന് പറഞ്ഞ വസ്തുവിനെ കാണുമ്പം എനിക്ക് ഈ ഉൾഭയമുണ്ട്, ഒരു ഉൾക്കിടിലം നമ്മൾ പറയും. നമ്മുടെ ദേഹത്തിലിങ്ങനെ ചുളിഞ്ഞു പിടിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇന്ന് വയസ്സ് 40 കഴിഞ്ഞ് ഇപ്പോഴും ഒരു മാറ്റമില്ല. അതായത് നമ്മൾ ഈ പിള്ളേരുടെ കൂട്ടത്തിലൊക്കെ ഇങ്ങനത്തെ എക്സിബിഷനുകൾക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ആനിമൽ ഷോകളൊക്കെ ഉണ്ട്. അതിനൊക്കെ പോകുമ്പോൾ അവർ വലിയ ഈ പൈത്തൺസിനെയും മഞ്ഞ നിറത്തിലുള്ള വലിയ പെരുമ്പാമ്പ്, വെള്ള നിറത്തിലുള്ള പെരുമ്പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തേക്കൂടെയും കയ്യേക്കൂടെ ഇടിപ്പിക്കും. എൻ്റെ പൊന്നോ, ഇപ്പോഴും എന്നെക്കൊണ്ട് വയ്യാത്തൊരു കാര്യമാണ്. എനിക്ക് ഈ പാമ്പിൻ്റെ തൊലി, ഇങ്ങനെ സിൽക്കി തൊലി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇതിൻ്റെ ടെക്സ്ചർ, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടെക്സ്ചറും ലുക്കും അതിൻ്റെ ആ ഷാർപ്പ് ഫീച്ചേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാമ്പിൻ്റെ. ഇപ്പോഴും ലെൻസിക്കോടെ ഒരു പാമ്പിനെ കാണുമ്പോഴും ഉള്ളിനകത്തൊരു ചെറിയ കിടുങ്ങര, ഒരു പിടുത്തം. ഇന്ന് എനിക്ക് പാമ്പെന്ന് പറഞ്ഞ വസ്തുവിനെ, എനിക്ക് എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഇംഗ്ലീഷുകാർ പെമ്പിള്ളാരുണ്ട്. അവർ പാമ്പിനെ പെറ്റായിട്ട് വളർത്തുന്നവരുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ നമ്മുടെ ഹോമിലൊക്കെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വരുമ്പോൾ അവർ പെറ്റ്സിനെ കൊണ്ടൊക്കെ വരും, പട്ടിയെ കൊണ്ടൊക്കെ വരുന്നത് തന്നെ പാമ്പിനെയും കൊണ്ട് വരും. ഇവളുമാർ കിടന്ന് ഉറങ്ങുന്നവർ അതിൻ്റെ കൂടുതലാണത്രേ. എൻ്റെ പൊന്നോ, ചിന്തിക്കാൻ പോയിട്ടുണ്ടല്ലോ, ഒന്ന് ആലോചിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതാണ് ഈ അനുഭവം എനിക്ക് തന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മനോവികാരം. ഇന്ന് ഓർമ്മകൾ പറയുമ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പഴയ ഓർമ്മകളിലൊരെണ്ണമാണ്. അത് തന്നെ ആദ്യം പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. എനിവേ, അടുത്തത് ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞല്ലോ. നോർത്ത് ഇന്ത്യൻ ഗോതമ്പ് പാടങ്ങൾക്കകത്ത് ഈ ലോറിക്കാരാളെ തല്ലിക്കൊന്നിരുന്നൊരു പരിപാടിയുണ്ട്. പണ്ടത്തെ കാലം, അതായത് ഒരു 98-2000 കാലത്തെ കാര്യമാണ്. അതിനെക്കുറിച്ച് അടുത്ത തവണ പറയാം. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ 2 വാലുകൾക്കിടയിലത്തെ ഒരു ബംഗ്ലാവിൻ്റെ, പ്രേത ബംഗ്ലാവിൻ്റെ ഒരു കഥയുണ്ട്. അതിനെക്കുറിച്ചാകട്ടെ അടുത്ത തവണ. ഇതിലേത് വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത സ്റ്റോറിയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.